അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററാണ്, 7th ചാപ്റ്ററാണ് ഓർഗനൈസേഷൻ, ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻ. നേരത്തെ പറഞ്ഞ, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ മോട്ടിവേഷൻ കൺസെപ്റ്റ്സ് ആണ്. ഈ ചാപ്റ്റർ പറയാനുള്ളത് മോട്ടിവേഷൻ കൺസെപ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ എന്നാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാലുണ്ട്. പിന്നെ OBൻ്റെ, അതായത് ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ മെയിൻ മോഡൽസ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് മോട്ടിവേഷണൽ തിയറീസ്, ഹൗ ടു യൂസ് ദം ഇൻ റിയൽ ലൈഫ്. അത് എങ്ങനെയാണ് അതിനെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് കൊണ്ടുവരാൻ എന്നാണ്. ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ വാട്ട് ഈസ് മോട്ടിവേഷനും ഓർഗനൈസേഷനും ബിഹേവിയർ. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ പീപ്പിൾ, അതായത് ആളുകൾ എങ്ങനെയാണ്, വ്യക്തികൾ എങ്ങനെയാണ് അവരുടെ ജോലിയിൽ എങ്ങനെയാണ് അവർ എൻഗേജ് ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ജോലിയിൽ അവർ എങ്ങനെയാണ് അവർ ജോലി ചെയ്യുക എന്ന് പറയാനാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വ്യക്തികൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുക, ഓരോ ജോലിയെ കുറിച്ചിട്ട് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുക, ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ലീഡ് ചെയ്യുക പിന്നെ എന്നാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ പറയാനുള്ളത്. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ OB എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ടീം വർക്കിൽ ഇംപ്രൂവ് ചെയ്യാം, പിന്നെ ജോബ് സാറ്റിസ്ഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യാം, പിന്നെ ഇംപ്രൂവ് പെർഫോമൻസ്, അത് പെർഫോമൻസ് നമുക്ക് നല്ല ഇംപ്രൂവ് ചെയ്യാമെന്നാണ് പറയാനുള്ളത്. രണ്ടാമത്തെ സെക്ഷനാണ് 4 OBൻ്റെ 4 മെയിൻ മോഡൽസ്. അതായത് OBക്ക്, അതായത് ഓർഗനൈസേഷൻ ബിഹേവിയർക്ക് 4 മെയിൻ മോഡൽസ് ഉണ്ട്. അപ്പോൾ അതെന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഓട്ടോക്രാറ്റിക് മോഡൽ. അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ബോസ് നമുക്ക് ഓർഡർ തരും, അപ്പോൾ നമ്മൾ അതിൽ എംപ്ലോയീസ് ഒബേ ചെയ്യും. ഇതാണ് ഓട്ടോക്രാറ്റിക് മോഡൽ. രണ്ടാമത്തേതാണ് കസ്റ്റോഡിയൽ മോഡൽ. ഇപ്പോൾ കസ്റ്റോഡിയൽ മോഡൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്, കമ്പനി ഒരു സാലറി അല്ലെങ്കിൽ സെക്യൂരിറ്റി തരാനാണ്, അല്ലെങ്കിൽ എംപ്ലോയീസ് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി. പിന്നെ അപ്പോൾ എന്താക്കും, എംപ്ലോയീസ് ആ കമ്പനി കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യും സാധാരണ പോലെ. അപ്പോൾ അതാണ് കസ്റ്റോഡിയൽ മോഡൽ. മൂന്നാമത്തേതാണ് സപ്പോർട്ടീവ് മോഡൽ. നാലാമത്തേതാണ് കൊളീഗിയൽ മോഡൽ. പിന്നെ പറയാനുള്ളതാണ് മോട്ടിവേഷണൽ തിയറീസ്. അത് മോട്ടിവേഷണൽ തിയറീസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത്, 6ാം ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് മസ്ലോസ് നീഡ്സ് തിയറി. അപ്പോൾ എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് പറയാനാണ്. അതിൽ ഫുഡ് ആൻഡ് സാലറി, സേഫ്റ്റി, ഫ്രണ്ട്സ്, റെസ്പെക്ട്, ഗ്രോത്ത് എന്ന് നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് പറയാനാണ് ഹെർസ്ബർഗ്സ് തിയറി. പിന്നെ മൂന്നാമത്തത് പറയാൻ മക്സൽ ലാൻഡ്സ് തിയറി. പിന്നെ നാലാമത്തത് പറയാൻ എക്സ്പെക്ടൻസി തിയറി. പിന്നെ അഞ്ചാമത്തത് പറയാൻ ഈക്വിറ്റി തിയറി, ഗോൾ സെറ്റിംഗ് തിയറി എന്നുള്ള 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയലാണ് മോട്ടിവേഷണൽ പ്രോസസ്സ്. എങ്ങനെയാണ് ആ മോട്ടിവേഷൻ എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരില്ല എന്നാണ്. അപ്പോൾ മോട്ടിവേഷൻ ഒരു സൈക്കിൾ പോലെയാണ്. മോട്ടിവേഷൻ ഇത് സൈക്കിൾ എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒന്നാമത് നീഡ്, പിന്നെ പറയാനുള്ളത് ആക്ഷൻ, പിന്നെ റിസൾട്ട്, പിന്നെ ഫീഡ്ബാക്ക്. ഇതാണ് മോട്ടിവേഷൻ സൈക്കിൾ. മോട്ടിവേഷൻ ഈസ് കണ്ടിന്യൂസ്. മോട്ടിവേഷൻ ഒരു കണ്ടിന്യൂസ് ഇതാണ്, ആക്ഷൻസ് ആണ്. അപ്പോൾ നല്ലൊരു റെഗുലർ അറ്റൻഷനാണ് അതിന് ആവശ്യം. പിന്നെ പറയാനുള്ളതാണ് പ്രാക്ടിക്കൽ യൂസ്. അതായത് എങ്ങനെയാണ് മോട്ടിവേഷൻ എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ്. ഒന്നാമത് നമുക്ക് ഈ മോട്ടിവേഷൻ കൊണ്ട് നല്ല മീനിങ് ഫുള്ളായിട്ട് നല്ല ജോബ് കിട്ടും. ആ ജോബിനെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ പറയുന്നത് നല്ലൊരു റെക്കഗ്നേഷൻ കൊടുക്കാൻ സാധിക്കും. പിന്നെ നല്ല ഫെയർ ആയിട്ട് നമുക്ക് ആളുകളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു ക്ലിയറായ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു സപ്പോർട്ടീവ് ഒരു ഗ്രോത്ത് നമുക്ക് ഇതുകൊണ്ട്, ഈ മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് ലഭിക്കും. പിന്നെ പറയാനുള്ള, നേരത്തെ പറഞ്ഞ OBൻ്റെ മോഡൽസിൽ 4 മോഡൽസ് പറഞ്ഞ്, അപ്പോൾ മൂന്നാമത്തെ മോഡലാണ് സപ്പോർട്ടീവ് മോഡൽ. സപ്പോർട്ടീവ് മോഡൽ നമുക്ക് പറയാനുള്ളത് മാനേജർ എങ്ങനെ അവൻ്റെ എംപ്ലോയിക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യൽ, പിന്നെ എംപ്ലോയീസ് എങ്ങനെയാണ് നല്ലൊരു വാല്യൂഡ് ആയ ഒരു ഫീൽ ഉണ്ടാവോ ഇല്ലേ എന്ന് നോക്കലാണ് സപ്പോർട്ടീവ് മോഡൽ. പിന്നെ പറയാനുള്ളതാണ് നാലാമത്തേത് കൊളീഗൽ മോഡൽ. കൊളീഗൽ മോഡൽ നമുക്ക് പറയാനുള്ളത് ടീം വർക്ക് ആൻഡ് പാർട്ട്ണർഷിപ്പ്. നല്ലൊരു ടീം വർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും നല്ല ഫ്രീ ആയിട്ട്, അത് സ്ട്രെസ് ഇല്ലാണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന് നോക്കലാണ്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷൻ നമുക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ് മോട്ടിവേഷൻ ഇസ് നോട്ട് ഫോഴ്സിങ് പീപ്പിൾ. അത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളിങ്ങനെ ഫോഴ്സ് ചെയ്യലല്ല, ബട്ട് ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. അതായത് ആളുകളിങ്ങനെ
മനസ്സിലാക്കലാണ്. പിന്നെ നല്ലൊരു മാനേജർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ലാസ്റ്റ് പറയുന്നത്, നല്ല ഒരു ജോലിക്കാരൻ്റെ ജോലി ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളാണ്. പിന്നെ നല്ലൊരു ഗുഡ് മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണ് നല്ലൊരു മാനേജർ. പിന്നെ നല്ല പോസിറ്റീവ് വർക്ക് പ്ലേസ് ഉണ്ടാക്കുന്ന ആളാണ് നല്ലൊരു മാനേജർ എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്റർ എവിടെയൊക്കെ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.